ഇന്ന് നമുക്ക് അടിപൊളി പനീർ കറി തയ്യാറാക്കാം. അതിന് ഇതേപോലെ പനീർ വാങ്ങാൻ കിട്ടും. നമ്മളത് വാങ്ങിയിട്ട് ചെറിയ പീസുകളാക്കി കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ചെയ്യാറ് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. കുറച്ച് സമയം അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ചിട്ട് ഒന്ന് വേവിക്കണം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം തുറന്നിട്ട് നമുക്ക് അത് ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. നമ്മൾ വഴറ്റിയ ചീനച്ചട്ടിയിലേക്ക് അരച്ച മിശ്രിതം ഒഴിച്ചിട്ട് എത്ര ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പനീർ ഇട്ടിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി പനീർ കറി തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.